ഇവിടെ ആരാണ് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് എന്ന ചോദ്യം കൂടി ഉണ്ട്. ഇപ്പോൾ താങ്കൾ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള ആളാണ്. BJPക്ക് ഭരണമുള്ള സംസ്ഥാനത്തെ ഏക മുനിസിപ്പാലിറ്റി. അപ്പോൾ BJPയെ ജയിപ്പിച്ചാൽ എന്തോ വലിയ കാര്യമെന്ന് ജനങ്ങളോട് പറയുമ്പോൾ ദാ ഈ ഭരണം കൂടി വിലയിരുത്തും, ആ ഭരണം കൂടി വിലയിരുത്തുന്ന വിധിയെഴുത്താകും എന്ന് ശ്രീ ശശികുമാറിന് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? അതെ, കേരളത്തിൽ ആദ്യമായിട്ട് BJP ഭരണസമിതി പിടിച്ചെടുക്കുന്നത് പാലക്കാട് നഗരസഭയിലാണ്. ആ ഭരണത്തിന് നേതൃത്വം കൊടുത്തത് ശ്രീമതി പ്രമിള ശശിധരനും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള C കൃഷ്ണവുമാണ്. ആ ഭരണത്തിൽ വികസനം കൺമുന്നിൽ കണ്ടതുകൊണ്ടാണ് പാലക്കാട് ജനത 28 സീറ്റുകളുമായി 28 സീറ്റുകളിൽ ഒന്നാമതും 11 സീറ്റുകളിൽ രണ്ടാമതുമാണ് BJP ചരിത്ര വിജയം നൽകിക്കൊണ്ട് ഞങ്ങൾ രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടത്. റെക്കോർഡ് കാലയളവിൽ നരേന്ദ്രമോദി സർക്കാർ പാലക്കാടിന് അനുവദിച്ച 320 കോടി രൂപയുടെ അമൃത് പദ്ധതി റെക്കോർഡ് കാലയളവിൽ സമയബന്ധിതമായി വിജയകരമായി നടപ്പിലാക്കിയ ചരിത്രം BJPക്കുണ്ട്. ഈ പാലക്കാട്ടെ കുടിവെള്ള പദ്ധതി 140 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി, ഈ പാലക്കാട്ടെ റോഡുകൾ നവീകരിച്ച BMBC നിലവാരത്തിൽ റോഡുകൾ നവീകരിച്ച പാലക്കാട് നഗരസഭയുടെ റോഡുകൾ BMBC 135 കിലോമീറ്റർ റോഡ് ഞങ്ങൾ രണ്ടാം ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ അമൃത് പദ്ധതി പൊളിച്ചിട്ടിരുന്നു. രണ്ടാം ഭരണസമിതി 30 കോടി രൂപ വിനിയോഗിച്ച് റെക്കോർഡ് കാലയളവിൽ ഈ റോഡുകൾ മുഴുവൻ BMBC നിലവാരത്തിൽ റീടാറിംഗ് നടത്തി. PWയുടെ കയ്യിലുള്ള റോഡുകൾ എന്ത് ചെയ്തു? ഇവിടെ ഈ സ്റ്റേഡിയം മുതൽ കൽവാക്കുളം വരെ ഒരു ബൈപ്പാസ് ഉണ്ട്. നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ വേണ്ടി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ബൈപ്പാസ്, ടൗൺ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഒരു ബൈപ്പാസ് ഉണ്ട്. റോഡ് നവീകരിച്ചു എന്നൊക്കെ പാലക്കാട്ടെ ജനങ്ങളുടെ മുന്നിൽ വന്നെന്ന് പറയരുത്. മേലാമുറി ബൈപ്പാസ് നിങ്ങൾക്ക് പറയാനുണ്ടോ? ടൗണിന്റെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഒരു റിംഗ് റോഡ് ഡെവലപ്പ് ചെയ്യാൻ 13 വർഷമായി MLAക്ക് സാധിച്ചോ? സർക്കാരിന് ഈ സർക്കാർ പാലക്കാടിന് വേണ്ടി നൽകിയ ഒരു പദ്ധതി പറയാം. ശരി, ഒരു പദ്ധതി പറ. ശരി, എന്നിട്ട് നിങ്ങൾ പറ. ശരി ആർഷോ, ഇവിടെ നമ്മളിപ്പോ മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തെ കുറിച്ച് ചോദിച്ചു. അതിനപ്പുറത്ത് ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ്. സംസ്ഥാന സർക്കാരിന്റെ ഭരണം വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പാകുമെന്ന് ഇപ്പൊ മുഖ്യമന്ത്രി ഇന്ന് പാലക്കാടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത്? സാധാരണ നിലയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒരു തരത്തിലുള്ള ലിറ്റ്മസ് ടെസ്റ്റ് ആവേണ്ടതല്ലേ? ഇത് സംസ്ഥാന സർക്കാരിനെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പാകും എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ? ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു ആർജവ കുറവുമില്ല. ഞങ്ങൾ ഈ നാടിനോട് ആവർത്തിച്ച് പാലക്കാട്ടെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയും കഴിഞ്ഞ 8 വർഷക്കാലം കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറുന്നതിന് മുൻപ് കേരളത്തിലെ ഓരോ മേഖലയും, അത് വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും, അത് പൊതുജനാരോഗ്യ രംഗമാണെങ്കിലും, അത് കേരളത്തിന്റെ വ്യവസായ മേഖലയാണെങ്കിലും, സമസ്ത മേഖലകൾക്കകത്തും കേരളത്തിലുണ്ടായ മാറ്റം, കേരളത്തിലുണ്ടായ വികസനം ഈ നാടിനോട് എണ്ണിപ്പറഞ്ഞുകൊണ്ട് ആ നിലയ്ക്ക് കേരളത്തിന്റെ മുഖം മാറുന്ന ഘട്ടത്തിൽ പാലക്കാട് നിയോജക മണ്ഡലം എങ്ങനെയാണോ അതിനോട് പിന്തിരിഞ്ഞു നിന്നത് എന്നതിനെക്കുറിച്ച് ജനങ്ങളോട് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ നാട്ടിലെ ജനങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങൾ വെക്കുന്ന ഉറപ്പും 13.5 കൊല്ലം കൊണ്ട് UDFന്റെ ജനപ്രതിനിധിക്ക് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ സാധ്യമാകാതിരുന്ന വികസന പ്രവർത്തനം വരാനിരിക്കുന്ന 1.5 വർഷക്കാലം, 1.5 കൊല്ലത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണല്ലോ, വരാനിരിക്കുന്ന 1.5 വർഷക്കാലത്തിനകം പൂർത്തീകരിച്ചതിന് ശേഷമേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ മുൻപിലേക്ക് വോട്ട് ചോദിച്ചു പോകൂ എന്ന് ആർജവത്തോടുകൂടി ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ BJPയുടെ പാരമ്പര്യമുള്ള വികസന പ്രവർത്തനത്തെ കുറിച്ചൊക്കെ വലിയ വായില് BJPയുടെ പ്രതിനിധി പറയുന്ന നിലയുണ്ടായി. അദ്ദേഹം പറയുക പാലക്കാട് നഗരസഭയുടെ റോഡൊക്കെ വളരെ മികച്ച റോഡാണ്. ആ റോഡിലേക്ക് നോക്കിയാൽ എങ്ങനെ നമ്മുടെ മുഖം ഇങ്ങനെ പ്രതിഫലനം നിലയിലേക്കാണ്. ആകെ കേരളത്തിൽ ഒരു മുനിസിപ്പാലിറ്റി ഉള്ളത്, കേരളത്തിൽ ആകെ ഒരു മുനിസിപ്പാലിറ്റി നഗരസഭ എങ്ങനെ കുട്ടിച്ചോറാക്കാം നാടിന് മുൻപിൽ അവതരിപ്പിച്ച് കാണിച്ച ആളുകളാണ് ഞങ്ങൾ നിയമസഭ ജയിക്കാൻ വേണ്ടി പോവാണെന്ന് പറയണത്. ഈ നാട്ടിലെ ഈ മുനിസിപ്പാലിറ്റി കീഴിലുള്ള റോഡുകൾ നോക്കാൻ നമുക്ക് ഈ മുനിസിപ്പാലിറ്റി ടൗൺ ഹാള് പൊളിച്ചിട്ടിട്ട് എത്ര കൊല്ലം ഇവരിപ്പോഴും ചോദിച്ചാൽ പറയും അത് ഷാഫിക്ക ഞങ്ങളോട് പൊളിക്കാൻ പറഞ്ഞു, ഞങ്ങൾ പൊളിച്ചാണ്, പിന്നെ ഷാഫിക്കാനെ കാണാനില്ല. ഓരോ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഷാഫിക്ക പൊളിക്കാൻ പറഞ്ഞു, ഞങ്ങൾ പൊളിച്ചു, പിന്നെ ഷാഫിക്കാനെ കാണാനില്ല. ഈ തെരഞ്ഞെടുപ്പ് ഭൂമിയിലേക്ക് BJP ഇറങ്ങിയത് തന്നെ ഷാഫിക്കയും VD സതീശനും
കൊടുത്ത് ഉറപ്പുണ്ട് കുറച്ച് വോട്ടുകൾ ഞങ്ങൾ അങ്ങോട്ട് തരാം. അതും കാത്തിങ്ങനെ ഇരിക്കുകയാണ് ഷാഫിക്ക് ഇപ്പൊ വോട്ടും കൊണ്ട് വരുന്നുള്ളത്. നിങ്ങളാ ഇക്കാനെ കാത്തിരിക്കലേ ഉണ്ടാകുള്ളൂ. അതിനകത്ത് ബിജെപിയുമായി ഞങ്ങൾ ധാരണയാണെന്ന് പറയുന്നത് എന്ത് ലോജിക്കാണുള്ളത്? എന്തെങ്കിലും ഒരു ലോജിക്കുണ്ടോ? ഹോട്ടലിൽ കണ്ട നാടകത്തിന് ശേഷം രണ്ടാമത് നടക്കുന്ന ഒരു ഈ തെരഞ്ഞെടുപ്പിൽ BJP ഇതുവരെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലില്ല, തുടർന്നും തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ഉണ്ടായില്ല. മൂന്നാം സ്ഥാനത്തേക്ക് പോകാൻ ഇതിനോടകം പോയ BJP ആരെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ പൊതുചിത്രത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് PD സതീശൻ ആൻഡ് കമ്പനി മാത്രമാണ്. BJP മൂന്നാം സ്ഥാനത്തേക്ക് പോകും, PD സതീശൻ ആൻഡ് കമ്പനി രണ്ടാം സ്ഥാനത്ത് ഒതുങ്ങും. എങ്ങനെയാണോ വട്ടിയൂർക്കാവിലെ മൂന്നാം സ്ഥാനത്ത് നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു കയറിയത് സമാനമായ നിലയിൽ ചോദ്യം കേൾക്കാനുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഹർഷ പറഞ്ഞത്. ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലേയുള്ള ചർച്ചകളൊന്ന് ആലോചിച്ച് നോക്കുകയായിരുന്നു. ഞങ്ങൾ ഈ നാട്ടിലെ നെൽകർഷകരുടെ പ്രശ്നം പറഞ്ഞു. ഇവര് പറഞ്ഞത് ജനങ്ങളുടെ വിഷയങ്ങൾ ജനങ്ങളോട് ചോദിക്കാം. അത് പറയാം. ഞങ്ങൾ ഈ നാട്ടിലെ നെൽകർഷകരുടെ പ്രശ്നം പറഞ്ഞു. ഇവര് പറഞ്ഞത് കത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഞങ്ങൾ ഈ നാട്ടിലെ പെൻഷൻ മേടിക്കാത്ത ക്ഷേമനിധി പെൻഷൻ ഇവര് പറഞ്ഞത് സരി വന്നപ്പോ എന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെ പറ്റി പറഞ്ഞു, കേന്ദ്ര സർക്കാരിനെ പറ്റി പറഞ്ഞു. KPM-ൽ രണ്ടു കൂട്ടരും കൂടി ഒരു ട്രോളി ബാഗിന്റെ കഥയും കൊണ്ടുവന്ന് CJP-യുടെ ഒരു നാടകം നടത്തിക്കൊണ്ടുപോയി. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങി ഇതുവരെ ഈ നിമിഷം വരെ എവിടെയാണ് ഇവർ രാഷ്ട്രീയം പറഞ്ഞത്? എവിടെയാണ് ഇവർ വികസനം പറഞ്ഞത്? പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പിന് അട്ടിമറിക്കാൻ ശ്രമിച്ച ആളുകളാണ്. ഇദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ CPM ഒന്നാം സ്ഥാനത്തേക്ക് വരുമെന്നാണ്. കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 25-26% വോട്ട് മാത്രമുണ്ടായിരുന്ന ആളുകളാണ് ഇവിടുത്തെ CPM എന്ന് പറയുന്നത്. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിട്ട് എന്നിട്ടാണ് ഇപ്പോ കൊമ്പും കുഴലും കൊടച്ചക്കരം ചിഹ്നത്തിൽ മത്സരിച്ച് ഒന്നാമത് പോകുമെന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന ഇവിടെ MN കൃഷ്ണദാസിനേക്കാളും ഇവരുടെ കഴിഞ്ഞ തവണ മത്സരിച്ച മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന നമ്മുടെ അദ്ദേഹത്തിന്റെ പേരെന്താണ്? നമ്മുടെ അല്ലല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി വിജയരാഘവൻ. അതെ, കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ ഈ സംസ്ഥാനത്തിനകത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. വർഗീയ ചുവയോടുകൂടി പരാമർശം നടത്തിയിരുന്ന ആ വിജയരാഘവൻ അടക്കം വരുന്ന ആളുകൾ ഇവിടെ മത്സരിപ്പിച്ചിട്ട് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ജയിക്കാത്തൊരു തെരഞ്ഞെടുപ്പ് സരിനെ മത്സരിപ്പിച്ച് ജയിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ